ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുപാട് പേർക്ക് നമ്മുടെ മോംസ് കട്ട് ഇന്നലത്തെ ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ തോന്നുന്നല്ലേ, അവർക്ക് കാര്യങ്ങൾ അറിയില്ല. അപ്പം അങ്ങനെയാണ് അവർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ മമ്മിക്ക് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങി കൊടുത്ത ഒരു ക്ലൗഡ് കിച്ചണാണ് കേട്ടോ, മമ്മിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനിതിൽ ഉച്ചയ്ക്കത്തെ ഊണ് മാത്രമാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ബിരിയാണി ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കൂടി പറ്റാത്തതുകൊണ്ട് ബിരിയാണി തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാനിവിടെ വന്നത് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് മമ്മിക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടി ഇതാക്കണ്ട മോപ്പൂച്ച് തുടക്കലായിരുന്നു പരിപാടി. എല്ലാം തുടച്ചെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് മാത്രമല്ലല്ലോ, എനിക്ക് രാവിലെ 9:30 to 10 o'clock മുന്നേ കറക്റ്റായിട്ട് എത്തണം. കാരണം റെഡിമെയ്ഡ് മാസ്റ്ററിൻ്റെ കാര്യം നോക്കണം, ബൂട്ടിക് മാസ്റ്ററിൻ്റെ കാര്യം നോക്കണം, ടൈലർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓൺലൈനിൻ്റെ ഓർഡേഴ്സ് സ്പ്ലിറ്റഡ് ആക്കി അതെല്ലാം സെറ്റ് ചെയ്യണം. കടയിലെ കാര്യങ്ങളെല്ലാം നോക്കണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം പോലും ടൈമില്ലാണ്ട് കിടന്ന് ഓടുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമുക്ക് ഞാനിതൊക്കെ നിങ്ങൾക്ക് എന്തിനാണ് ഷെയർ തരുന്നതെന്ന് വെച്ചാൽ, ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് മുന്നിലേക്ക് പോയിട്ടുള്ള വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ ഇനിയും സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ എന്ന് കണ്ടിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. ഏതൊരു പൈസ അത് ഇന്ന് വരും നാളെ പോകും അല്ലേ, അങ്ങനെയാണ് കാശ് എന്ന് പറയുന്ന സംഭവം. അതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വരീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ, നമുക്ക് കഷ്ടപ്പെടാനായിട്ടൊരു മനസ്സുണ്ടോ, തീർച്ചയായിട്ടും നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തിപ്പെടുക തന്നെ ചെയ്യും. അതിന് ചിലപ്പോൾ ഒരു ടൈം എടുക്കുമായിരിക്കും അല്ലേ, സാരമില്ല, പോട്ടെ. അതിൻ്റെ ടൈമിൽ അതിനേക്ക് വിട്ടുകൊടുക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ ക്ലൗഡ് കിച്ചൺ കണ്ടല്ലോ, ഇതാണ് എൻ്റെ ക്ലൗഡ് കിച്ചൺ.